ഇപ്പോൾ നമ്മൾ ഏറ്റവും നമ്മൾ പ്രതിസന്ധി നേരിടുന്നത് ഒരു രാജ്യം എങ്ങനെ നിലനിൽക്കുക എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ഉത്കണ്ഠയാണ്. അപ്പോൾ ഇന്ത്യ രാജ്യത്തെക്കുറിച്ചുള്ള രാജ്യത്തെക്കുറിച്ച് വലിയ മതിപ്പ് ലോകത്ത് മുഴുവനും നമ്മുടെ മുൻ ഭരണാധികാരികൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ലോകത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആർക്കും നമ്മൾ ഒരു നേട്ടത്തെ ഇല്ലാതാക്കാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നു പറഞ്ഞാൽ ഭരണഘടന ഒരു ഭാഗത്ത് നിൽക്കുന്നു, ഭരണഘടനയ്ക്കെതിരായിട്ട് നിയമങ്ങൾ വരുന്നു. ആ നിയമങ്ങളെ പരിരക്ഷിക്കേണ്ട കോടതികൾ തന്നെ എന്താകുന്നു, നിയമത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഗ്യാൻവാപ്പി പള്ളി, ബാബരി മസ്ജിദ്, അതുപോലെ ഇനിയും ഏതൊക്കെയോ പള്ളികൾ, ദർഗകൾ തുടങ്ങിയതൊക്കെ തങ്ങൾക്ക് വിട്ടുകിട്ടണമെന്ന് പറഞ്ഞ് കോടതിയിൽ പോകേണ്ട താമസം അവിടുത്തെ ജഡ്ജ് ആവട്ടെ അത് നിങ്ങൾ എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞ് മറ്റുള്ളവർ മേലോട്ട് നോക്കി നിൽക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥാവിശേഷമുണ്ട്. ഇത് ശരിക്ക് ഫാസിസത്തിൻ്റെ മറ്റൊരു ശൈലിയാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ശൈലി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ പറ്റും. കാരണം തങ്ങൾ വിജയിക്കുന്നു, തങ്ങൾ എന്ത് നെറികേട് കാണിച്ചും തങ്ങൾ വിജയിക്കുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഭരണഘടന എന്ത് നെറികേട് കാണിച്ചാലും ആ ഭരണഘടന ഒരു ഭാഗത്ത് വയ്ക്കുന്നു, ഒരു ഭാഗത്ത് അതിനെതിരെ പ്രവർത്തിക്കുന്നു. അതുപോലെ നമ്മുടെ രാഷ്ട്ര നായകന്മാരെ അവർ ഒരു ഭാഗത്ത് പ്രതിഷ്ഠിക്കുന്നു, അവർ സിന്ദാബാദ് വിളിക്കുന്നു, അപ്പുറത്ത് അവർ പറഞ്ഞതിന് നേരെ എതിരെ പ്രവർത്തിക്കുന്നു. ഗാന്ധിജിയെ അവർ ബഹുമാനിക്കുന്നു, നാഥുറാമിനെ അവർ വളരെയധികം വന്ദിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ രണ്ട് തോണിയിലും കാലിട്ടുകൊണ്ട് അവർ നിലനിൽക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയും. അല്ലല്ല, അത് ജനങ്ങളെ പറ്റിക്കുകയാണ്. ജനങ്ങൾ ശരിക്കും പറ്റിക്കുകയാണ്. അവർക്കറിയാം ഞങ്ങൾ ചെയ്യുന്നത് വലിയ വിഡ്ഢിത്തമാണ്. വലിയൊരു ഭീമാകാരമായ ഒരു പ്രതിമ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരിലുണ്ടാക്കിയല്ലോ. ഈ സർദാർ വല്ലഭായ് പട്ടേൽ ആരാണെന്ന് പോലും അവർക്കറിയില്ല. ഒരുപക്ഷെ വേഷം കണ്ടപ്പോൾ ഇത് നമ്മൻ്റെ ആളാണ് എന്ന് വിചാരിച്ച് ഒരു വലിയ ഭീമാകാരമായ പ്രതിമ ഉണ്ടാക്കിയിരിക്കാം. ഈ RSSനെ നിരോധിച്ചതും RSSുമായിട്ട് യോജിക്കാൻ പറ്റില്ല എന്നൊക്കെ ആദ്യമായിട്ട് പ്രസ്താവിച്ചതൊക്കെ സർദാർ വല്ലഭായ് പട്ടേലാണ്, അല്ലാതെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒന്നുമല്ല. ഈ RSSനെ ഒരു കാലത്ത് മഹാത്മാഗാന്ധിയെ വധിച്ചതിൻ്റെ പേരിൽ നിരോധിക്കുന്നതും അവർ തന്നെയാണ്. അപ്പോൾ അത് RSSന് പങ്കുണ്ടോ ഇല്ലേ എന്നുള്ളത് ചെറിയ നിയമത്തിലുണ്ടാകുന്ന ചെറിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ന്യായീകരിക്കുക എന്നുള്ളതല്ലാതെ ആരാണ് ഇതൊക്കെ നടത്തിയത് എന്നും ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നതെന്നും ഏതൊക്കെ നേതാക്കന്മാരാണ് ഇതിന് പ്രചോദനം കൊടുത്തത് എന്നൊക്കെ വളരെ വ്യക്തമാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെന്ന് ഞാൻ പറയുന്നത് സാധാരണക്കാരെയല്ല. സാധാരണക്കാർക്ക് ഒരു ദൈവത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പള്ളിയുടെ പേര് കേൾക്കുമ്പോൾ അവർ മറ്റെല്ലാം മറന്ന് അതിലേക്ക് പോയെന്നിരിക്കും. കാരണം അവരൊരിക്കലും അവരുടെ ശൂദ്ര രീതിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ജാതിയുടെ അടിമത്തത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ അവർ സമ്മതിക്കില്ല. അവർക്ക് വേണ്ടതാണ്. കാരണം അവർക്ക് സ്വാതന്ത്ര്യം എന്താണെന്നോ അല്ലെങ്കിൽ തങ്ങൾക്ക് വേറൊരു ജീവിതമുണ്ടെന്നോ തങ്ങൾക്ക് ഇങ്ങനെ ഒരു സുവർണ്ണകാലമുണ്ടെന്നോ തങ്ങൾക്ക് ഒരു സുൽത്താനാകാൻ കഴിയുമെന്നോ അല്ലെങ്കിൽ ഭരണാധികാരിയാകാൻ കഴിയാത്ത ചിന്തിക്കാത്ത ഒരു ജനവിഭാഗമാണ് സാധാരണക്കാരായ ഈ കർഷകരായ ഇന്ത്യയുടെ ആളുകൾ. അവരെയാണ് യഥാർത്ഥത്തിൽ വെച്ച് അമ്മാനമാടി തങ്ങളുടെ ഭരണം സുരക്ഷിതമാക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് പണമുള്ളവരെയും വിവരമുള്ളവരെയൊക്കെ അവർ പണം കൊടുത്തോ അല്ലെങ്കിൽ ഈടിയെ വെച്ച് പേടിപ്പിച്ചോ അവരെന്ത് ചെയ്യും, തങ്ങൾക്ക് അനുകൂലമായിട്ട് മാറ്റും. അപ്പോൾ ഈ യാഥാർത്ഥ്യത്തെ അവരുടെ കൂടെ നിൽക്കുന്നവർക്കും അറിയാം ഇത് തെറ്റാണ് ചെയ്യുന്നത് എന്ന് പറയാം. പക്ഷേ എങ്ങനെ ഒരു ഭരണത്തിന്, ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയും? ഒരുപാട് കബന്ധങ്ങൾ അല്ലെങ്കിൽ ശവങ്ങൾ കുന്നുകൂട്ടിയത് കൊണ്ട് ഒരു രാജ്യത്ത് നിലനിൽക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ഒരു ചരിത്രത്തെ കുഴിച്ചുമൂടിയത് കൊണ്ട് വിലയിരുത്താൻ കഴിയുമോ? അപ്പോൾ കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്ന മലബാർ സമരത്തിലെ രക്തസാക്ഷികൾ മുഴുവൻ വെട്ടിമാറിയിട്ടില്ല. അത് അവിടെ തന്നെ കിടക്കുന്നുണ്ട് എല്ലാവരും. അവരെ വെട്ടിമാറ്റാൻ കഴിയുമോ? അവരൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ തൃണവൽഗണിച്ചവരല്ലേ, രാജ്യത്തിന് വേണ്ടി ചോര ചിന്തിയ ആളുകളല്ലേ. ആർക്കെ വെട്ടിമാറ്റാൻ കഴിയുക? ഇനി വെട്ടിമാറ്റുന്നവരുടെ സ്ഥിതി എന്താണ്? അവരെന്തെങ്കിലും ഒരു വേർപ്പ് തുള്ളിയെങ്കിലും ഈ രാജ്യത്തിന് വേണ്ടി അവർ ചിലവാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കത് അംഗീകരിക്കാം, യാതൊരു സംശയമില്ല. ഈ രാജ്യത്തിന് വേണ്ടി ആരൊക്കെ ജീവൻ കൊടുത്തോ, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആരൊക്കെ മുന്നോട്ട് വന്നോ അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കണം. പക്ഷേ കാണിച്ചു തരുന്ന ആൾ വേണ്ടേ? അപ്പോൾ നമുക്ക് ഇവരോടൊന്നും നമുക്ക് വേറൊന്നും പറയാനില്ല, മറിച്ച് നമ്മൾ രാജ്യം നിലനിൽക്കണ്ടേ? ഈ രാജ്യം നിലനിൽക്കുമ്പോഴല്ലേ നമ്മൾ നിലനിൽക്കുള്ളൂ, നമ്മുടെ ചരിത്രം നിലനിൽക്കുകയുള്ളൂ. ഇത് യഥാർത്ഥത്തിൽ ഏത് രാജ്യത്തിൻ്റെ അടുത്ത് പോകുമ്പോഴും സത്യത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ചിരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് നല്ല ദീക്ഷ വളർത്തിയിട്ടുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ആ ചിരി ഈ യാഥാർത്ഥ്യം കാണുമ്പോൾ കാണുന്നവർ ആ ചിരിയിലേക്ക് നോക്കുമ്പോൾ അവർക്ക് എന്താണ് മനസ്സിലാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ അവരെ മേൽ കാർക്കിച്ച് തുപ്പാനോ അല്ലെങ്കിൽ അവരെ തെറി പറയാനൊന്നും നമുക്ക് പാടില്ല. ആഫ്റ്റർ ഓൾ ഹീസ് എ പ്രൈം മിനിസ്റ്റർ, അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇമാതിരി പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴുണ്ട്. നാളെ അതുണ്ടാകുമോ? ഇത് ഇല്ലാതായിട്ടുണ്ട്. ഇപ്പോൾ സ്വാതന്ത്ര്യമില്ല.
ഇനി ഇത് എത്രമാത്രം പിന്നോട്ട് പോകും? നമ്മുടെ ഏത് മീഡിയ വായിച്ചു നോക്കിയാലും അതിലെന്താ കാണുന്നത്? മോഡിയുടെ വലിയ ചിത്രമുണ്ട്. കാരണം അത് പരസ്യമാണ്. ആ പരസ്യത്തിന് കിട്ടുന്ന ക്യാഷ് കൊണ്ടാണ് ഈ പത്രങ്ങളും മാധ്യമങ്ങളും നിലനിൽക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ നിലനിൽപ്പാണ് അവർക്ക് പ്രധാനം. രാജ്യം എന്തോ ആവട്ടെ, ജനങ്ങൾ എന്തോ ആവട്ടെ, ആ നിലക്കാണ് മാധ്യമങ്ങൾ വരെ പോകുന്നത്. പിന്നെ എവിടെയാണ് ഈ സ്വാതന്ത്ര്യം ഉണ്ടാവുക? മാധ്യമങ്ങളെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ആരാണ് പറയുക? സോഷ്യൽ മീഡിയാസിന് വരെ അവർ വിലക്കെടുക്കുകയാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും തങ്ങൾക്കെതിരായിട്ട് വന്നു കഴിഞ്ഞാൽ അത് സ്ട്രൈക്ക് ചെയ്തു. വാട്സപ്പുകളിൽ അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ വാട്സപ്പ് ബാൻ ചെയ്തു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും വേറെ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ നെറ്റ് തന്നെ ബാൻ ചെയ്യും. ഇതൊക്കെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു വ്യവസ്ഥയിൽ നിന്ന് മാറാൻ നമുക്ക് കഴിയണ്ടേ? നമുക്ക് നമ്മുടെ നല്ലവരായ ജനങ്ങളോട് ഞാൻ പറയുന്നത് BJPക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ RSSനോ അവരെല്ലാവരും ഒരുപോലെയാകും ചിന്തിക്കാതെ എനിക്ക് തോന്നുന്നില്ല. കാരണം അതിലൊക്കെ ഇത് മാറണം, നന്നാവണം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. കാരണം ഈ രീതി ശരിയല്ല എന്ന അഭിപ്രായമുള്ളവരുണ്ട്. എനിക്ക് തന്നെ അറിയാം, എൻ്റെ 1-2 RSS സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാറേ ഈ മാഷ് ഇതൊന്നും ശരിയല്ല, കാരണം ഇതൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്നൊക്കെ താൽക്കാലികമായി പിടിച്ചു നിന്നേക്കാം, പക്ഷെ നാളെ രാജ്യം കുട്ടിച്ചോറാകും. അപ്പോൾ ഈ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ എന്തായാലും വെട്ടിമാറ്റാൻ കഴിയില്ലല്ലോ. ചരിത്രത്തെ വെട്ടിമാറ്റാം, അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തെ വെട്ടിമാറ്റാം, പക്ഷേ മനുഷ്യൻ്റെ ഒരു മസ്തിഷ്കം ഉണ്ടല്ലോ. അപ്പോൾ ആ ചിന്താരീതിയെ ഒരിക്കലും വെട്ടിമാറ്റാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ മണിപ്പൂരിൽ ഇതൊക്കെ ഉണ്ടായിട്ട് നമുക്ക് മൗനം. നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് നമ്മൾ വാദോരാതെ നമ്മൾ പറയുമ്പോൾ തന്നെ ഈ മണിപ്പൂരിൽ എന്താണ് സംഭവിക്കുന്നത് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് പ്രധാനമന്ത്രി മിണ്ടുന്നില്ല എന്ന് ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മെ വിഷമിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആരാധ്യരായ ഈ നമ്മുടെ മഹാന്മാർ, അതായത് നമ്മുടെ ഭരണകർത്താക്കൾ, അവരങ്ങനെ തന്നെ ഞാൻ പറയുകയാണ്. അവർ ഈ രാജ്യത്തിൻ്റെ ഭാവി ആലോചിച്ച് അതിനു വേണ്ടി രാജ്യത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ, കാരണം പട്ടിണി മാറ്റുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അരി തരാം, നിങ്ങൾക്ക് ചോറ് തരാം, എത്ര കാലമായി ചോറും അരിയൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ട് എവിടെ എത്തിയിട്ടില്ല. ഇപ്പോഴും പറയുന്നു നിങ്ങൾക്ക് പട്ടിണി ഉണ്ടാവില്ല, നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ എത്തും എന്ന് പറയുകയാണ്. കാരണം അത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പറയാനുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇതിങ്ങനെ ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും വീണ്ടും പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രാജ്യത്തിൻ്റെ ഒരു യൂണിറ്റി, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ എൻ്റെ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ രാജ്യം എൻ്റെ പിറന്ന മണ്ണാണ് എന്നുള്ള ബോധമുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു വ്യത്യസ്തമായ വീക്ഷണം പുലർത്തുന്ന ആളുകളോട് എനിക്ക് വിരോധമുണ്ടാകുന്നത്. അതുകൊണ്ടാണ്, അല്ലാതെ അതൊരു വ്യക്തിപരമായ വിരോധമൊന്നും അല്ല. മറിച്ച് രാജ്യത്തെ സ്നേഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ എതിർക്കുന്നവരോട് നമുക്കൊരു മാനസികമായ ഒരു വിരോധം ഉണ്ടാകും. പക്ഷേ അത് തിരുത്താൻ നമുക്ക് കഴിയണം, അത് തിരുത്തി പറയാനും നമുക്ക് ധൈര്യം ഉണ്ടാകണം. കാരണം ഈ ധൈര്യക്കുറവ് നമുക്കൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു പരിതസ്ഥിതിയെ കുറിച്ച് എല്ലാവരും വാചാലരാണ്, പക്ഷേ അവരുടെ വാക്കുകൾ വായക്കുള്ളിൽ തന്നെ ഒതുങ്ങുകയാണ്, പുറത്തേക്ക് പ്രവഹിക്കാൻ സമ്മതിക്കുന്നില്ല. നാളെ എനിക്കെന്ത് സംഭവിക്കും എന്നുള്ള ഭയപ്പാട് എല്ലാവർക്കും ഉണ്ട്, നിങ്ങൾക്കുണ്ട്, എനിക്കും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും മൗനം ദീക്ഷിക്കേണ്ടി വരികയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പരിസ്ഥിതി മാറണം. കാരണം ഞാൻ പറയുന്നത് BJPക്ക് ഭരിക്കാം, അവർ ഭരിച്ചോട്ടെ, അവർ നന്നായി തന്നെ ഭരിക്കട്ടെ, അവർ ഏത് പാർട്ടി ഭരിക്കുമ്പോഴും രാജ്യത്തിൻ്റെ ക്ഷേമം കണക്കാക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. പക്ഷേ അത് ഈ തരത്തിലുള്ളൊരു ഭരണമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ എതിർപ്പുകൾ ഉണ്ടാകും. അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ പത്രത്തിൽ ഞാൻ വായിച്ചത് ഗ്യാൻവാപ്പി പോയി വേറെ ഏതൊരു ദർഗ അത് പിടിച്ചടക്കുന്നു, വേറെ ഇപ്പോൾ അജ്മീറിലെ ദർഗ അത് ക്ഷേത്രമാണെന്ന് പറയുന്നു. അപ്പോൾ ഇത് ചെയ്യുന്നവരും ചെയ്യിക്കുന്നവർക്കും എല്ലാം അറിയാം ഇതൊന്നും അല്ല എന്നുള്ളത്. അപ്പോൾ ഇതിനെ വീണ്ടും ഇങ്ങനെ ലൈവാക്കി നിർത്തിയിട്ട് അത് വോട്ടാക്കി മാറ്റി അങ്ങനെയൊക്കെ ഭരണത്തിലേറിയിട്ട് മനുഷ്യൻ്റെ ഒരു ജീവനല്ലേ, ഈ ജീവനിൽ എന്താണ് സമ്പാദിച്ചതെന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് ദ ആൻസർ? അപ്പോൾ ആ രീതിയിൽ ഒന്ന് ചിന്തിക്കാനുള്ള മാനസികാവസ്ഥ ആർക്കെങ്കിലും ഉണ്ടായെങ്കിൽ നമ്മൾ ധന്യരായി എന്ന് പറയാനുള്ളൂ. ഒരു ചിന്താഗതിയിലൊരു മാറ്റം ആവശ്യമാണ്. എല്ലാവർക്കും അറിയാം, പക്ഷെ ആരും പറയുന്നില്ല. ഈ അവസ്ഥയിൽ നിന്ന് നമ്മളൊന്ന് മുന്നോട്ട് പോകാൻ തയ്യാറാകുമോ എന്നതാണ് ഇപ്പോഴും നമ്മുടെ മനസ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.